വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. കോഷി ക്രൈറ്റീരിയനുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എൻ ബി ഡിഫൈൻഡ് ബൈ എക്സ് വൺ ഈസ് ഈക്വൽ ടു 1 ആൻഡ് എക്സ് ടു ഈസ് ഈക്വൽ ടു 2 ആൻഡ് എക്സ് എൻ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് എൻ മൈനസ് 1 മൈനസ് 2 പ്ലസ് എക്സ് എൻ മൈനസ് 1 ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ 2. ദെൻ പ്രൂവ് ദാറ്റ് എക്സ് എൻ കൺവേർജസ് ടു 5/3. നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം ഈസ് 1, സെക്കൻഡ് ടേം ഈസ് 2, ജനറൽ ടേം ഈസ് എക്സ് എൻ ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു എക്സ് എൻ മൈനസ് 2 പ്ലസ് എക്സ് എൻ മൈനസ് 1. അതായത് സീക്വൻസിൻ്റെ പ്രീവിയസ് രണ്ട് ടേംസിൻ്റെ അരിത്മെറ്റിക് മീൻ ആണ് തൊട്ടടുത്ത ടേം. അതായത് നമ്മൾ സീക്വൻസിൻ്റെ ടേംസ് നമ്മളൊന്ന് എഴുതി നോക്കുമ്പോൾ സീക്വൻസ് ഈസ് ഫസ്റ്റ് ടേം x1 ഈസ് ഈക്വൽ ടു 1, x2 ഈസ് ഈക്വൽ ടു 2, x3 is equal to 1/2 into actually 1 plus 2 which is actually 3/2 എന്ന് കിട്ടും. x4 is equal to ഈ പ്രീവിയസ് രണ്ട് ടേംസിൻ്റെ 3/2ൻ്റെയും 2ൻ്റെയും അരിത്മെറ്റിക് മീൻസ് ദാറ്റ് ഈസ് 1/2 ഇൻറ്റു 3/2 പ്ലസ് 2 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 7/4 എക്സെട്ര. ഇങ്ങനെയാണ് നമ്മുടെ സീക്വൻസ് ഡിഫൈൻ ചെയ്യുന്നത്. സോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ സീക്വൻസ് കൺവേർജൻ്റ് ആണ്. അതുമാത്രമല്ല ഈ സീക്വൻസ് കൺവേർജസ് ടു 5/3 എന്നാണ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. സോ നമ്മുടെ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം ഈസ് 1, സെക്കൻഡ് ടേം ഈസ് 2, സോ 1-നെക്കാട്ടിലും വലുതാണ് 2. തേർഡ് ടേം ഈസ് ആക്ച്വലി 3/2. 3/2 എന്നുള്ളത് 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കാണ്. സോ ക്ലിയർലി ഈ സീക്വൻസ് ഈസ് മൊണോട്ടോണിക് അല്ല. കാരണം ഫസ്റ്റ് ടേമിനെക്കാട്ടിലും വലുതാണ് സെക്കൻഡ് ടേം, സെക്കൻഡ് ടേമിനെക്കാട്ടിലും ചെറുതാണ് തേർഡ് ടേം. സോ മൊണോട്ടോണിക് ഇൻക്രീസിങ്ങും ആകില്ല, മൊണോട്ടോണിക് ഡിക്രീസിങ്ങും ആകില്ല. സോ ഫസ്റ്റ് 3 ടേംസിൽ നിന്ന് തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും ദ സീക്വൻസ് ഈസ് നോട്ട് മൊണോട്ടോണിക്. സോ എക്സ് എൻ ഈസ് നോട്ട് മൊണോട്ടോണിക്. കാരണം മൊണോട്ടോണിക് ഇൻക്രീസിങ് ആയിരുന്നെങ്കിൽ മൂന്നാമത്തെ ടേം രണ്ടാമത്തെ ടേമിനെക്കാട്ടിലും കൂടുതലാകണമായിരുന്നു. ഇവിടെ മൂന്നാമത്തെ ടേം രണ്ടാമത്തെ ടേമിനെക്കാട്ടിലും ചെറുതാണ്. സോ സിൻസ് x1 ഈസ് ലെസ് ദാൻ x2 ആൻഡ് x2 ഈസ് ഗ്രേറ്റർ ദാൻ x3. സോ ഈ രണ്ട് കണ്ടീഷനിൽ നിന്ന് ഇത് വെച്ച് മൊണോട്ടോണിക് ഇൻക്രീസിങ് ആയില്ല. ഈ 3 കണ്ടീഷൻ വെച്ചിട്ട് മൊണോട്ടോണിക് ഡിക്രീസിങ്ങും ആയില്ല. സോ സീക്വൻസ് ഈസ് നോട്ട് ആക്ച്വലി മൊണോട്ടോണിക്. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും മാധ്യമങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? സീക്വൻസിൻ്റെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഓക്കെ, ക്ലിയർലി നമുക്ക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം ഈസ് ആക്ച്വലി 2. ഓക്കെ, അതിൻ്റെ അരിത്മെറ്റിക് മീൻ ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. ഓക്കെ, ഇനിയും അടുത്തതായിട്ട് ചെയ്യുന്നത് ഈ രണ്ട് ടേമിൻ്റെ അരിത്മെറ്റിക് മീനാണ്, അത് ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. അടുത്തതായിട്ട് ഈ രണ്ട് ടേമിൻ്റെ അരിത്മെറ്റിക് മീൻ അത് ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. അടുത്തതായിട്ട് ഈ രണ്ട് ടേമിൻ്റെ അരിത്മെറ്റിക് മീൻ അത് ഇതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. സോ ക്ലിയർലി സീക്വൻസിൻ്റെ ടേംസ് എല്ലാം 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കാണ്. കാരണം 1ൻ്റെയും 2ൻ്റെയും അരിത്മെറ്റിക് മീൻ എടുത്തിട്ട് വീണ്ടും അരിത്മെറ്റിക് മീൻ വെച്ചിട്ടാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. സോ 1ൻ്റെയും 2ൻ്റെയും അരിത്മെറ്റിക് മീൻ ഈസ് ദ മിഡിൽ. നെക്സ്റ്റ് ഈസ് 1/3/2ൻ്റെയും 2ൻ്റെയും അരിത്മെറ്റിക് മീൻ അത് അതിൻ്റെയും രണ്ടിൻ്റെ ഇടയ്ക്കാണ്. ഓക്കെ, പിന്നീട് ആ രണ്ട് ടേംസ് അവസാനം കണ്ടുപിടിച്ച രണ്ട് ടേംസിൻ്റെ അരിത്മെറ്റിക് മീൻ വിച്ച് ഈസ് ഇൻ ബിറ്റ്വീൻ ദോസ് ടു. ഓക്കെ, സോ ഇങ്ങനെ പ്രൊസീഡ് ചെയ്താൽ വി ക്യാൻ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഓക്കെ, എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം ഫസ്റ്റ് ടേം ഈസ് 1, സെക്കൻഡ് ടേം ഈസ് 2, തേർഡ് ടേം ഈസ് ദ അരിത്മെറ്റിക് മീൻ ഓഫ് 1 and 2 വിച്ച് ഈസ് ദ മിഡിൽ പോയിൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ മിഡ് പോയിൻ്റ് ആണ്. തേർഡ് ടേം എന്നുള്ളത് 1ൻ്റെയും 2ൻ്റെയും മിഡ് പോയിൻ്റ് ആണ്. ഫോർത്ത് ടേം എന്നുള്ളത് ആ മിഡ് പോയിൻ്റ് അതായത് 3/2ൻ്റെയും 2ൻ്റെയും മിഡ് പോയിൻ്റ് ആണ്. അത് അതിൻ്റെ കൃത്യമായിട്ട് ഇടയ്ക്ക് വരും. എന്നിട്ട് അതിൻ്റെ പ്രീവിയസ്ലി കണ്ടുപിടിച്ച രണ്ട് ടേംസിൻ്റെ മിഡ് പോയിൻ്റ് ആണ് അടുത്ത ടേം വരുന്നത്. അതിന് ശേഷമുള്ള രണ്ട് പോയിൻറ്റ്സിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്തത് ഇത് വരും, വീണ്ടും അടുത്തത് ഇതിൻ്റെ നടുക്ക് വരും. അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ വി ക്യാൻ ക്ലിയർലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സീക്വൻസിൻ്റെ ഒരു ടേമും 2-നെക്കാട്ടിലും വലുതാകില്ല, ഒരു ടേമും 1-നെക്കാട്ടിലും ചെറുതുമാകില്ല. സോ സീക്വൻസ് ഈസ് ആക്ച്വലി ബൗണ്ടഡ് വിത്ത് ബൗണ്ട്സ് ഈസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2.
സോ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർലി മനസ്സിലാകും മൊണോട്ടോണിക് അല്ല, പക്ഷേ ബൗണ്ടഡ് ആണ്. സോ മൊണോട്ടോണിക് കൺവേർജൻസിൻ്റെ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് ഇതിൻ്റെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കില്ല. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും മാധ്യമങ്ങൾ വെച്ചുകൊണ്ട് കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. സോ അതിനുവേണ്ടി നമ്മൾ ഒരു ചെറിയ ഒബ്സർവേഷൻ നോക്കുകയാണ്. ഓക്കെ, ഒന്ന് xn മൈനസ് xn പ്ലസ് 1, xn മൈനസ് xn പ്ലസ് 1 ഷുഡ് ബി ഈക്വൽ ടു xn മൈനസ് xn പ്ലസ് 1 പകരം 1/2 ഇൻറ്റു xn പ്ലസ് xn മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. xn പ്ലസ് 1 പകരം നമ്മൾ xn പ്ലസ് 1 ഡെഫിനിഷൻ. സോ വിച്ച് ഈസ് ഈക്വൽ ടു xn മൈനസ് 1/2 xn മൈനസ് 1/2 xn മൈനസ് 1. സോ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ സോ 1/2 xn മൈനസ് xn മൈനസ് 1 എന്ന് കിട്ടും. ഓക്കെ, സോ അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് xn മൈനസ് xn പ്ലസ് 1 ഷുഡ് ബി ഈക്വൽ ടു മോഡുലസ് ഓഫ് 1/2 ഇൻറ്റു xn മൈനസ് xn മൈനസ് 1. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ബിഗ്ഗർ ടേമാണ് റൈറ്റ് രണ്ടാമത് എഴുതിയത്, സ്മോളർ ടേമാണ് ഫസ്റ്റ് എഴുതിയത്. ഇൻഡെക്സിൻ്റെ കേസിൽ സ്മോളർ ഇൻഡെക്സ് ഉള്ള ടേംസ് ആണ് ഫസ്റ്റ് എഴുതിയത്, ബിഗ്ഗർ ഇൻഡെക്സ് ഉള്ള ടേംസ് ആണ് സെക്കൻഡിൽ എഴുതിയത്. സോ ഇവിടെയും ആ രീതിയിൽ എഴുതാം. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 1/2, പോസിറ്റീവ് ആയതുകൊണ്ട് മോഡുലസ് ഓഫ് 1/2 ഇസ് 1/2 ടൈംസ് xn മൈനസ് xn മൈനസ് 1. നമ്മൾ ഇതേ ഒരു ഫോർമാറ്റ് ചെയ്യുമ്പോൾ it should be equal to 1/2 into modulus of xn minus 1 minus xn. Modulus of a minus b, modulus of b minus a സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. കാരണം നമ്മൾ ഈ ഓർഡർ പ്രിസർവ് ചെയ്യുന്നു. അതായത് സ്മോളർ ഇൻഡെക്സ് ഉള്ള ടേംസ് ഫസ്റ്റിലും ബിഗ്ഗർ ഇൻഡെക്സ് ഉള്ള ടേംസ് സെക്കൻഡിലും. n-1 ആണ് എന്നിനെക്കാട്ടിലും ചെറുത്. സോ ആ ഇൻഡെക്സ് ഉള്ള ടേം ഫസ്റ്റിലും അതിനെക്കാട്ടിലും ബിഗ്ഗർ ഇൻഡെക്സ് ഉള്ള ടേംസ് സെക്കൻഡിലും എഴുതുന്നു. ഓക്കെ, സോ നമ്മളിങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നു. 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് xn മൈനസ് 1 മൈനസ് xn എന്ന് കിട്ടും. അടുത്തത് സിമിലർലി നമുക്ക് xn മൈനസ് 1 മൈനസ് xn നമുക്ക് കണ്ടുപിടിച്ചാൽ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. xn മൈനസ് 1 മൈനസ് xn പകരം 1/2 ഇൻറ്റു xn മൈനസ് 1 പ്ലസ് xn മൈനസ് 2 എന്ന് എഴുതാം. So which is equal to xn minus 1 minus 1/2 into xn minus 1 minus 1/2 into xn minus 2. xn minus 1 cancel ചെയ്ത് കളയുമ്പോൾ which is equal to 1/2 into xn minus 1 minus xn minus 2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. സോ അതിൻ്റെ മോഡുലസ് നമ്മൾ എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് xn minus 1 minus xn ഷുഡ് ബി ഈക്വൽ ടു മുമ്പേ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ ഇതിനെ മോഡുലസിൻ്റെ അകത്ത് 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് എന്താണ് xn മൈനസ് 1 മൈനസ് xn മൈനസ് 2 എന്ന് എഴുതാം. മോഡുലസ് ഓഫ് a മൈനസ് ബിയും b മൈനസ് എയും സെയിം ആയതുകൊണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് xn മൈനസ് 2 മൈനസ് xn മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്നാണ് കൊടുത്തത്. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. ഇവിടെ മോഡുലസ് ഓഫ് xn മൈനസ് 1 മൈനസ് മോഡുലസ് ഓഫ് xn ഉണ്ട്. അതിന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ 2 in 1 gives എന്താണ് മോഡുലസ് ഓഫ് xn മൈനസ് xn പ്ലസ് 1 ഷുഡ് ബി ഈക്വൽ ടു അവിടെ ഒരു 1/2 ഉണ്ട്. xn മൈനസ് 1 മൈനസ് xn പകരം വീണ്ടും ഒരു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് xn മൈനസ് 2 മൈനസ് xn മൈനസ് 1 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 1/2 സ്ക്വയർ ഇൻറ്റു മോഡുലസ് ഓഫ് xn മൈനസ് 2 മൈനസ് xn മൈനസ് 1 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ക്ലിയർലി ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ ഫസ്റ്റ് ടേം xn ആയിരുന്നു. xn മൈനസ് 2 ആയപ്പോൾ ഇവിടെ 1/2 സ്ക്വയർ വന്നു. n പ്ലസ് 1 n മൈനസ് 1 n മൈനസ് 1 നിന്ന് n പ്ലസ് 1 വരെ 2 ടേംസേ ഉള്ളൂ. ഓക്കെ,
എന്നിൽ നിന്ന് n-2 വരെയും 2 ടേംസേ ഉള്ളൂ. സോ എന്നിൽ നിന്ന് n-2 ആയപ്പോൾ, അല്ലെങ്കിൽ 2 ടേംസ് പുറകിലുള്ള ടേംസിലേക്ക് പോയപ്പോൾ 1/2² ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേ സ്റ്റെപ്പ് തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ആർഗ്യുമെൻറ്റ്. അല്ലെങ്കിൽ നമ്മൾ ഇക്വേഷൻ നമ്പർ 2-ൻ്റെ അകത്ത് എന്നിൻ്റെ സ്ഥാനത്ത് n-1 എന്ന് കൊടുക്കുമ്പോൾ ദിസ് ബിക്കംസ് xn-2. ഇക്വേഷൻ നമ്പർ 2-ൻ്റെ സ്ഥാനത്ത് ഓക്കെ, ഇക്വേഷൻ 2 put n is equal to n-1 എന്ന് കൊടുക്കുമ്പോൾ this equation becomes modulus of xn-2. n-1 minus 1 is xn-2 minus xn-1 is equal to 1/2 into modulus of xn-3 minus xn-2 എന്ന് കിട്ടും. n-1 minus 2 is n-3, n-1 minus 1 is n-2. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി xn-2 മൈനസ് xn-1ൻ്റെ വാല്യൂ ഇതാണെന്നറിയാം. ഇത് ഈ വാല്യൂസിൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഇക്വേഷൻ, ഇതിന് ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കുകയാണെങ്കിൽ, സോ ഇക്വേഷൻ എ ബിക്കംസ് നമുക്ക് ഇക്വേഷൻ എ നമുക്ക് മാറ്റി എഴുതാം. ഇക്വേഷൻ എ ഈസ് മോഡുലസ് ഓഫ് xn മൈനസ് xn പ്ലസ് 1 വിച്ച് ഈസ് ഇക്വേഷൻ എ implies ഇവിടെ 1/2² ഉണ്ട്. മോഡുലസ് ഓഫ് xn-2 മൈനസ് xn-1 പകരം വീണ്ടും 1/2. സോ 1/2 ഇൻറ്റു xn-3 മൈനസ് xn-2 which is equal to 1/2³ ഇൻറ്റു മോഡുലസ് ഓഫ് xn-3 മൈനസ് xn-2 എന്ന് എഴുതാൻ സാധിക്കും. സോ ഇവിടെ എന്നിൽ നിന്ന് n-3 അല്ലെങ്കിൽ 3 ടേംസ് ആയപ്പോൾ 1/2³ n+1 നിന്ന് n-2 വരെ 3 ടേം. ഓക്കെ, അതായപ്പോൾ 1/2³ സോ ക്ലിയർലി ഇതേ പാറ്റേൺ ഇവിടെ 2 ടേം കുറഞ്ഞപ്പോൾ നമുക്ക് 1/2² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 ടേം കുറയുമ്പോൾ നമുക്ക് 1/2³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ n-ന് പകരം ഇവിടെ ഈ എക്സ്പ്രഷൻ്റെ അകത്ത് n-ന് പകരം വീണ്ടും n-1 കൊടുക്കുമ്പോൾ xn-3 മൈനസ് xn-2 ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു മോഡുലസ് ഓഫ് xn-4 മൈനസ് xn-3 എന്ന് എഴുതാൻ പറ്റും. അതിൻ്റെ വാല്യൂ വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1/2⁴ എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, സോ n-ൽ നിന്ന് എത്ര ടേംസ് മൈനസ് ചെയ്യുന്നോ ഇവിടെ, ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2-ൻ്റെ പവേഴ്സ് ഇവിടെ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ബേസിക് ഐഡിയ. സോ ഇഫ് യു പ്രൊസീഡ് ലൈക്ക് ദിസ് നമുക്ക് കിട്ടുന്നത്, ഞാൻ ആദ്യം ഇവിടെ n-നെ x1 ആക്കാനാണ് ചെയ്തത്. ഇപ്പോൾ xn-ൽ നിന്ന് x1 ആക്കുവാണ് എൻ്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ, x1-ൽ നിന്ന് xn-ൽ നിന്ന് x1 ആക്കാൻ വേണ്ടി n-1 ടൈംസ് നമ്മൾ എന്ത് ചെയ്യണം, n-1 സ്റ്റെപ്സ് ഉണ്ട്. xn-ൽ നിന്ന് xn-3 ആക്കാൻ വേണ്ടി 3 സ്റ്റെപ്പുകളുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ 1/2³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഓക്കെ, സോ xn-ൽ നിന്ന് x1 ആക്കാൻ വേണ്ടി n-1 സ്റ്റെപ്പുകളുണ്ട്. സോ കറസ്പോണ്ടിങ് ഇക്വേഷൻ ബിക്കംസ്, സോ ഇക്വേഷൻ എ ബിക്കംസ് എന്താണ്, മോഡുലസ് ഓഫ് xn മൈനസ് xn പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1/2n-1 ഇൻറ്റു മോഡുലസ് ഓഫ് x1 മൈനസ് x2 എന്ന് കിട്ടും. xn+1-ൽ നിന്ന് n-1 സ്റ്റെപ്പ് കഴിയുമ്പോൾ xn+1-ൽ നിന്ന് n+1 സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യുമ്പോൾ വി ഗെറ്റ് x2 എന്ന് കിട്ടും. ഇനി x1 ഈസ് ആക്ച്വലി 1, x2 ഈസ് ആക്ച്വലി 2. സോ 1 - 2 എന്ന് കിട്ടും. 1 - 2-ൻ്റെ മോഡുലസ് ഈസ് ആക്ച്വലി 1. സോ ദിസ് ആൻസർ ബിക്കംസ് 1/2n-1. So our observation is modulus of xn minus xn plus 1 is equal to 1/2n-1. Basic result is this. ഓക്കെ, നമ്മൾ ചെയ്യുന്ന ഐഡിയ എന്ന് പറയുന്നത് ഈ റിസൾട്ട് യൂസ് ചെയ്തിട്ടാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ xn മൈനസ് മോഡുലസ് ഓഫ് xn മൈനസ് xn പ്ലസ് 1 is equal to 1/2 ഇൻറ്റു xn - 1 മൈനസ്
എക്സ് എൻ എന്നായി. ഇവിടെ ഇന്ന സ്ഥാനത്ത് n മൈനസ് വൺ എന്ന് കൊടുക്കുക. സോ വിച്ച് ബിക്കം, എന്നിട്ട് ഇതിന് പകരം എക്സ് എൻ മൈനസ് വൺ മൈനസ് എക്സ് എന്ന് പകരം വീണ്ടും 1/2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് ബൈ ഇൻഡക്ഷൻ വെച്ചിട്ട് വി ക്യാൻ ക്ലിയർലി സ്റ്റേറ്റ് ദാറ്റ് അവസാനം x1 മൈനസ് x2 വരെ ആക്കുമ്പോൾ നമുക്ക് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം എഴുതാൻ. മോഡുലസ് ഓഫ് 1 മൈനസ് 2 is actually 1. So modulus of xn minus xn plus 1 is equal to 1/2 എന്ന് നമുക്ക് കിട്ടും. So this is equation 1 ആണ് equation number 1. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് എക്സൻ കൺവേർജൻ്റ് ആണെന്നാണ്. നമുക്ക് കോഷി ക്രൈറ്റീരിയൻ വെച്ചിട്ട് ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആകണമെങ്കിൽ മോഡുലസ് ഓഫ് എക്സൻ മൈനസ് എക്സം ഷുഡ് ബി ലെസ് ദാൻ എപ്സിലോൺ ആഫ്റ്റർ എ സർട്ടൻ സ്റ്റേജ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. സോ ഇഫ് യു ആർ എക്സൻ ഈസ് കൺവേർജൻറ്റ് if and only if xn is Cauchy. സോ നമ്മൾ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി കോഷി ക്രൈറ്റീരിയൻ ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ എം ഗ്രേറ്റർ ദാൻ n എന്ന് ചൂസ് ചെയ്യുന്നു. മോഡുലസ് ഓഫ് എക്സൻ മൈനസ് എക്സ് ചൂസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സൻ മൈനസ് എക്സൻ പ്ലസ് 1 പ്ലസ് എക്സൻ പ്ലസ് 1, അതായത് എക്സൻ പ്ലസ് 1 ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു, മൈനസ് എക്സൻ പ്ലസ് 2 പ്ലസ് എക്സൻ പ്ലസ് 2, എക്സൻ പ്ലസ് 2 സബ്ട്രാക്ട് ചെയ്തു, ആഡ് ചെയ്തു, മൈനസ് എക്സ് എൻ പ്ലസ് 3 മൈനസ് പ്ലസ് എക്സ് എൻ പ്ലസ് 3 എക്സെട്ര. ലാസ്റ്റ് ടേം ഈസ് എക്സ് എം വരെ, അതിന് തൊട്ട് മുമ്പത്തെ സ്റ്റേജ് വരെ, മൈനസ് എക്സ് എം മൈനസ് 1 പ്ലസ് എക്സ് എം മൈനസ് 1 മൈനസ് എക്സ് എം. ഓക്കെ, സോ ടേംസിന് വ്യത്യാസം ഉണ്ടാവില്ല, കാരണം നമ്മൾ ഒരേ ടേംസ് സബ്ട്രാക്ട് ചെയ്തു ആഡ് ചെയ്തു, ഒരേ ടേംസ് സബ്ട്രാക്ട് ചെയ്തു ആഡ് ചെയ്തു. അപ്പം ടേംസിന് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല, കാരണം ഒരു ടേമും ഇവൻച്വലി ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഈ മൈനസും പ്ലസും ക്യാൻസൽ ആയിപ്പോൾ, ഈ മൈനസ് ടേമും പ്ലസ് ടേമും ക്യാൻസൽ ആയിപ്പോൾ, അപ് ടു ദിസ് മൈനസ് ടേമും പ്ലസ് ടേമും ക്യാൻസൽ ആയിപ്പോയിട്ട് എക്സ് എൻ മൈനസ് എക്സ് എം എന്ന് തന്നെ കിട്ടും. Okay, now triangle inequality apply ചെയ്യുക. So this thing is actually less than or equal to modulus of xn minus xn plus 1 plus modulus of xn plus 1 minus xn plus 2 plus modulus of xn plus 2 minus xn plus 3 plus etc. Last term is modulus of എക്സ് എം മൈനസ് 1 മൈനസ് എക്സ് എം എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്കിപ്പോൾ കിട്ടിയത് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് മോഡുലസ് ഓഫ് എക്സ് എം മൈനസ് 1 മൈനസ് എക്സ് എം എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ ഇക്വേഷൻ നമ്പർ 1 നിന്ന് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ പ്ലസ് 1 ഈസ് ആക്ച്വലി 1/2n-1 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ എത്ര സ്റ്റേജ് കുറച്ചോ അത്രയും പവേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് ഇവിടെ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എൻ പ്ലസ് 1 പകരം വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് വിച്ച് ഈസ് ഈക്വൽ ടു 1/2n-1 എന്ന് എഴുതാം. ഇനി അടുത്തത് ദിസ് ഇൻഇക്വാലിറ്റി ഈസ് ട്രൂ ഫോർ എവരി n. സോ എക്സ് എൻ പ്ലസ് 1 മൈനസ് എക്സ് എൻ പ്ലസ് 2 ആകുമ്പോൾ ഇവിടെ എൻ്റെ സ്ഥാനത്ത് n പ്ലസ് 1 ആയതേ ഉള്ളൂ. സോ ദ ആൻസർ ബിക്കംസ് 1/2n+1 മൈനസ് 1. എൻ്റെ സ്ഥാനത്ത് n പ്ലസ് 1 എന്നായതേ ഉള്ളൂ. സോ അടുത്തത് നെക്സ്റ്റ് ഈസ് അടുത്ത എൻ്റെ സ്ഥാനത്ത് n പ്ലസ് 2 ആയതേ ഉള്ളൂ. 2n+2 മൈനസ് 1. ഓക്കെ, നെക്സ്റ്റ് ഈസ് അടുത്തത് എൻ്റെ സ്ഥാനത്ത് n പ്ലസ് 3 ആകും. 2n+3 മൈനസ് 1 പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേമിൻ്റെ പ്ലേസിൽ എൻ്റെ സ്ഥാനത്ത് m മൈനസ് 1 ആയതേ ഉള്ളൂ. സോ 1/2m മൈനസ് 1 മൈനസ് 1. സോ ദിസ് ഈസ് ദ ഇൻഇക്വാലിറ്റി ബൈ ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, നമ്മളിത് ഇക്വേഷൻ നമ്പർ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നേ ഉള്ളൂ. സോ ദ എക്സ്പ്രഷൻ ക്യാൻ ബി റിട്ടൺ ആസ്, ആ എക്സ്പ്രഷനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1/2n-1 പ്ലസ് 1/2n പ്ലസ്
1 by 2 raised to n plus 1 plus etc. plus 1 by 2 raised to m minus 2. ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും എല്ലാത്തിൻ്റെ അകത്തും 1 by 2 raised to n minus 1 കോമൺ ആണ്. ദിസ് ഈസ് 1 by 2 raised to n minus 1. ഇവിടെ 2 raised to n, ഇവിടെ മൈനസ് 1. സോ 2 raised to n minus 1, 2 raised to n minus 1 എക്സെട്ര ഇവിടം വരെയുള്ള എല്ലാ ടേംസിൻ്റെ അകത്തും 1 by 2 raised to n minus 1 കോമൺ ആണ്. സോ അത് കോമൺ എടുക്കുമ്പോൾ വി ഗെറ്റ് ദ എക്സ്പ്രഷൻ ആസ് 1 by 2 raised to n minus 1 ഇൻറ്റു ഫസ്റ്റ് ടേം 1 by 2 raised to n minus 1 എന്ന് 1 by 2 raised to n minus 1 കോമൺ എടുക്കുമ്പോൾ 1 പ്ലസ് ഇവിടെ 1 by 2 raised to n minus 1 കോമൺ എടുത്തു. സോ ബാക്കി 2 raised to 1 ഉണ്ട് റിമെയിൻ ചെയ്യുന്ന ടൈം 2 raised to 1. സോ ദ ആൻസർ ഈസ് 1 by 2 raised to 1. ഇവിടെ 2 raised to n minus 1 കോമൺ എടുത്തു. ബാക്കി റിമൈനിങ് ടൈം ഈസ് 2 സ്ക്വയർ. സോ പ്ലസ് 1 by 2 സ്ക്വയർ എന്ന് കിട്ടും. നെക്സ്റ്റ് ഈസ് 2 raised to n minus 1 കോമൺ എടുക്കുമ്പോൾ ബാക്കി റിമെയിൻ ചെയ്യുന്ന ടൈം 2 ക്യൂബ് എന്നുള്ളതാണ്. സോ 1 by 2 ക്യൂബ് എന്ന് കിട്ടും. പ്ലസ് എക്സെട്ര പ്ലസ് ലാസ്റ്റ് ടൈം ഇവിടെ മൈനസ് 1 കോമൺ എടുത്തു കഴിഞ്ഞ് ഈ മൈനസ് 1 കോമൺ എടുത്തു. അപ്പോൾ 2 raised to n കൂടെ കോമൺ എടുത്തു. അപ്പോൾ n ഇവിടെ മൈനസ് ചെയ്യണം. സോ ദ ലാസ്റ്റ് എക്സ്പ്രഷൻ ഈസ് 2 raised to m minus n minus 1. കാരണം ഇവിടെ മൈനസ് 1 കോമൺ എടുത്തു. 2 raised to minus 1 കോമൺ എടുത്തു. ഒപ്പം 2 raised to n കോമൺ എടുത്തു. പക്ഷേ ഇവിടെ 2 raised to n പകരം m ആണ്. സോ n മൈനസ് ചെയ്യണം. ഓക്കെ, പവറിൻ്റെ അകത്തു നിന്ന്. സോ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ. ഓക്കെ, ഇനി നമുക്ക് ഈ റൈറ്റ് സൈഡിലെ സമ്മ് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ദിസ് ഈസ് ആക്ച്വലി എ ജോമെട്രിക് സീരീസ് കൺസിസ്റ്റിംഗ് ഓഫ് m minus n ടേംസ് and its common ratio is 1 by 2. So the actual answer becomes a plus ar plus etc. ar raised to n is നമുക്കറിയാം a. So this is of the form a plus ar plus etc. ar raised to n, which is a into 1 minus r raised to n plus 1 divided by 1 minus r. Here a is actually 1, r is actually 1 by 2, n is actually m minus n. m minus n terms ഉണ്ട്. Okay, so this expression becomes 1 by 2 raised to n minus 1 into a is 1 into 1 minus r, 1 minus 1 by 2 the whole raised to m minus n plus 1, m minus n plus 1 divided by 1 minus 1 by 2. ഓക്കെ, ഇങ്ങനൊരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുന്നത്. സോ ദിസ് ഈസ് ഈക്വൽ ടു 1 by 2 raised to n minus 1 into 1 minus 1 by 2 raised to m minus n plus 1. m minus n plus 1 divided by 1 minus 1 by 2 നെ 1 by 2 എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് ആക്ച്വലി 1 മൈനസ് സം ക്വാണ്ടിറ്റി എന്നുള്ളതാണ്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി 1 മൈനസ് സം ക്വാണ്ടിറ്റി എന്നുള്ള ഫോർമാറ്റിലാണ് വരുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഈ എക്സ്പ്രഷൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം. സോ ദിസ് എക്സ്പ്രഷൻ ഷുഡ് ബി ഈക്വൽ ടു 1 by 2 raised to n minus 1. ഈ 1 by 2 ഈ ഭാഗം സ്പ്ലിറ്റ് ചെയ്യുന്നു, വിച്ച് ഈസ് 1 divided by 1 by 2 minus 1 by 2 raised to m minus n plus 1 divided by 1 by 2. ഇവിടുത്തെ ഒരു 1 by 2ൻ്റെ പവർ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ഇവിടെ 1 divided by 1 by 2 is actually 2. So which is equal to 1 by 2 raised to n minus 1 times 2 minus 1 by 2 raised to m minus n എന്ന് പറയാനായിട്ട് സാധിക്കും. So this is 2 minus some positive number. 2 minus some positive number is always less than 2. So this should be less than 1 by 2 raised to n minus 1 times 2. So which is equal to 1 by 2 raised to n minus 2 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. So observation is the fact that നമുക്ക് നമ്മുടെ സീക്വൻസിൻ്റെ അകത്ത് നമുക്കൊരു ആർബിട്രറി ടേംസ് എഴുതിയിട്ട് മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് എൻ മൈനസ് എക്സ് എം ഈസ് ആക്ച്വലി ലെസ് ദാൻ 1 by 2 raised to n minus 2. So this thing implies modulus of xn minus xm
ഈസ് ലെസ് ദാൻ 1/2n-2 എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇനി 2n-2 എന്ന് പറയുന്നത് n വലുതാകുമ്പോൾ വളരെ വലുതാകുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. സോ 1/2n-2 എന്നുള്ളത് ക്യാൻ ബി ആസ് സ്മോൾ ആസ് പോസിബിൾ. സോ for a given epsilon greater than 0, choose an n such that 1/2n is less than epsilon by 4. This is possible കാരണം 1/2n എന്നുള്ളത് ടെൻസ് ടു 0 ആണ്. കാരണം 2n എത്ര വേണമെങ്കിലും വലുതാക്കാൻ പറ്റും. സോ 1/2n എത്ര വേണമെങ്കിലും ചെറുതാക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് 2n ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ n. Okay, so 1/2n is less than 1/n. 1/n by Archimedean property വെച്ചിട്ട് എത്ര വേണമെങ്കിലും ചെറുതാക്കാൻ പറ്റും. So 1/n can be less than epsilon by 4. So 1/2n can be less than epsilon by 4. So ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ this implies 4 into അല്ലെങ്കിൽ 2 square divided by 2n is less than 2 square into epsilon by 4 for a bigger n. So which means 1/2n-2 can be less than epsilon. Okay, so which for all n greater than or equal to some, for a bigger some k എന്നെടുത്തോളൂ അല്ലെങ്കിൽ some h എന്നെടുത്തോളൂ. Okay, so this is true for a number, a stage h. Okay, so which means that 1/2n-2 എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. So which means that modulus of xn minus xm, which is less than 1/2n-2, which should be less than epsilon for all n greater than some h. Already assume ചെയ്തു m greater than n ആണ്, n greater than h ആയതുകൊണ്ട് we can conclude m, n greater than or equal to h. So which means that നമ്മുടെ സീക്വൻസ് actually is Cauchy. So which means that xn is Cauchy. xn is Cauchy implies xn is actually convergent. Okay, so നമ്മുടെ സീക്വൻസ് കൺവേർജൻ്റ് ആണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇനി അടുത്തതായിട്ട് പ്രൂവ് ചെയ്യേണ്ടത് എക്സൻ്റെ ലിമിറ്റ് 5/3 എന്നാണ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. സോ ഗിവൺ ദാറ്റ് xn plus 1 is equal to 1/2 into xn-2 plus xn-1. xn convergent ആയതുകൊണ്ട് let the limit be x. Okay, അതായത് ലിമിറ്റ് n tends to infinity xn is equal to x. സോ ഈ എക്സ്പ്രഷൻ്റെ അകത്ത് n tends to infinity ആക്കിയിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ശ്രമിച്ചു നോക്കാം. Okay, so as n tends to infinity, okay, n tends to infinity ആകുമ്പോൾ n plus 1 tends to infinity ആവും. So limit xn is equal to x ആയതുകൊണ്ട് limit xn plus 1 is also is equal to x is equal to 1/2 into n tends to infinity ആയതുകൊണ്ട് n-2 tends to infinity ആകുക. limit xn is x ആയതുകൊണ്ട് this is also x plus x എന്ന് കിട്ടും. So which means that x is equal to x എന്നേ കിട്ടത്തുള്ളൂ. which means that നമുക്ക് എക്സിന് ഒരു പർട്ടിക്കുലർ വാല്യൂ ഇതിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ സാധിക്കില്ല. സോ ഇങ്ങനെ പ്രൊസീഡ് ചെയ്താൽ എക്സൻ കൺവേർജൻ്റ് ആണെന്ന് കിട്ടും. പക്ഷേ ലിമിറ്റ് നമ്മുടെ എക്സ്പ്രഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുകൊണ്ട് നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂവിനെ എക്സിനെ ലിമിറ്റായിട്ട് എടുത്തിട്ട് ആ എക്സ്പ്രഷൻ്റെ അകത്ത് n tends to infinity കൊടുത്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. സോ വി ഹാവ് ടു adopt some other technique to establish that xn converges to 5/3 എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി വേറെ